നമസ്കാരം. ഇന്നത്തെ രാശിഫലത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ ഇന്നേ ദിവസം ചില രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കടന്നു വരുന്ന ദിവസമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ, അത് സാമ്പത്തികം, കരിയർ, ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇന്നേ ദിവസം അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരം മാത്രമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പൊതുഫലപ്രകാരം സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ ദിവസമാണ്. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം കടന്ന് വരാവുന്നതായ സമയമാകുന്നു. സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്താം. പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ, അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ധനയോഗവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. ധനവിനിയോഗം നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സമയം കൂടിയാകുന്നു. പല ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് മറ്റുള്ളവരുടെ സഹായത്താലോ പിന്തുണയാലോ അത്തരം കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പ്രണയികൾക്കും അനുകൂലമായ ദിവസം തന്നെയാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചില തടസ്സങ്ങളിൽ ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലുള്ള കലഹങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട ചില നേട്ടങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമാവുക, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പല കാര്യങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം ധനപരമായ ആവശ്യങ്ങൾ പല വ്യക്തികളുടെയും സഹായത്തോടെയോ അല്ലെങ്കിൽ മറ്റു വഴികൾ നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതിലൂടെയോ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ചില തീരുമാനങ്ങൾ ചില വ്യക്തികളുടെ പ്രേരണയാൽ എടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിൽ അല്പം കൂടി ഒന്ന് ചിന്ത അല്ലെങ്കിൽ വളരെയധികം ചിന്തിച്ച് നിങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഇന്നേ ദിവസം അല്പം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. സന്തോഷകരമായ മാറ്റങ്ങൾ പ്രകടമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ, ചില ശുഭവാർത്തകൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കരിയറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ അത് ബിസിനസ് പരമാണ് എങ്കിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്ന സമയമാണ്. താൽക്കാലികമായ ജോലിക്കുള്ള ശ്രമങ്ങൾ വിജയം കാണുക, ആഗ്രഹം നടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക അല്ലെങ്കിൽ പല വ്യക്തികളുടെയും സഹായത്താൽ ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയമാണ്. പല വിധത്തിലും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാം. ചെറിയ അസ്വസ്ഥതകൾ കടന്നു വരും എങ്കിലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതുമാണ്. സന്തോഷത്തോടെ തന്നെ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അശ്രദ്ധയാൽ ചില അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതകൾ
കൂടുതൽ തന്നെയാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചെറിയ തർക്കങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം പ്രധാനമായും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിനെ അലോസരപ്പെടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും സഹായം ലഭിക്കാനുള്ള സാധ്യത പോംവഴി കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം ധനപരമായ ആവശ്യങ്ങൾക്കുള്ള ധനം മറ്റു വ്യക്തികളുടെ സഹായത്താലോ അല്ലെങ്കിൽ നിങ്ങളാലോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരുന്നതിനാലോ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ആഗ്രഹ സാഫല്യങ്ങൾ പോലും സംഭവിക്കാം. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. പൊതുവിൽ ഇന്നേ ദിവസം ഭാഗ്യം തുണയ്ക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള ദിവസം തന്നെയാകുന്നു. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലും മാറ്റങ്ങൾ തേടി വരാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ വിജയ സാധ്യത വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. കൂടാതെ പല വിധത്തിലും ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരാം. ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സാമ്പത്തിക നഷ്ടം പല കാര്യങ്ങളിലും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കുവാൻ സാധിക്കും. അതിനാൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. അതിനാൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ആരോഗ്യകാര്യത്തിൽ അനുകൂലമായ ഫലം വന്നു ചേരുക. പണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുക. അത് കടവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഒരല്പമെങ്കിലും ആശ്വാസം ലഭിച്ചു എന്ന് വരാം. സാമ്പത്തിക സ്ഥിതിയിൽ അല്പം കൂടി അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയിലും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളിൽ നിന്ന് പിന്തുണ ലഭിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലം വന്നു ചേരുക. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. പൊതുവിൽ ഇന്നേ ദിവസം തൊഴിൽപരമായും ബിസിനസ് പരമായും ചെറിയ ടെൻഷനുകൾ ഉണ്ടാകും. എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം നിങ്ങളെ തേടിയെത്താം. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം സാമ്പത്തിക സ്ഥിതി അനുകൂലമായി തീരാം, മികച്ചതായി തീരാം. പല കാര്യങ്ങളിലൂടെയും ധനം കൈവശം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത് സഹായമാകാം, പ്രതീക്ഷിക്കുന്നതായ ധനമാകാം, അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ധനമാകാം. കൂടാതെ ധനപരമായ ലാഭം വന്നു ചേരുന്നതുമായി ബന്ധപ്പെട്ടുമാകാം. പല വിധത്തിലും ധനം കൈകളിലേക്ക് വന്നു ചേരാം. അനുകൂലമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. ചില ശുഭകരമായ വാർത്തകൾ, ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. ചില കാര്യങ്ങൾ മറ്റുള്ളവരെ തിരിച്ചറിയുവാൻ സഹായകരമായി തീരും. ഇത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. പല രീതിയിലുള്ള ടെൻഷനുകൾ മനസ്സിലുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതിൽ ആശ്വാസം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കുക. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക, പ്രത്യേകിച്ചും ഭാഗ്യം തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം സാമ്പത്തിക നേട്ടങ്ങൾക്ക് സഹായകമാകുന്ന ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. സന്തോഷകരമായ നിമിഷങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും കടന്ന് വരാവുന്നതാണ്. താൽക്കാലികമായി ജോലിക്കായുള്ള ശ്രമങ്ങൾ പോലും വിജയം കാണുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ആഗ്രഹങ്ങൾ പോലെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കടന്നു വരുന്ന സമയമാണ്. എങ്കിൽ പോലും ഇന്നേ ദിവസം പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികളുമായി തർക്കത്തിനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ അത് ഒഴിവാക്കുകയോ മാറിപ്പോവുകയോ ചെയ്യുന്നതാണ് ശുഭം.
അതല്ല എങ്കിൽ നിങ്ങൾക്കത് ശുഭകരമായി ഭവിക്കണം എന്നില്ല. ചില വ്യക്തികൾ മൂലം ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരാം. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക. ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളിലൂടെയും കൈകളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്രയും എത്തിയില്ല എങ്കിൽ പോലും പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചു എന്ന് വരാം. പൊതുവിൽ ഇന്നേ ദിവസം ശുഭകരമായ വാർത്തകളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ദിവസമാകുന്നു. ഇന്നേ ദിവസം ഞാൻ ഈ പരാമർശിച്ച നക്ഷത്രക്കാർ ഏവരും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെയും മഹാവിഷ്ണു ഭഗവാനെയും ആരാധിക്കുന്നതും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. സാധിക്കുന്നവർ ഈ വഴിപാട് കൂടി നടത്തി ഇന്നേ ദിവസം പ്രസാദം സ്വീകരിച്ച് അതണിഞ്ഞ് പോകുന്നതും ഏറ്റവും ശുഭകരമാണ്.